ഐഡിയേഴ്സ് ഇന്ന് നമ്മൾ കലിംഗ ഡിസൈനിലെ ഒരു നെറ്റി ഫ്രോക്ക് കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് ആദ്യം തന്നെ നമ്മുടെ ഫ്രില്ലിനുള്ള 2 പീസ് വെച്ച് അങ്ങനെ 4 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. 7.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പീസ് വെച്ച് എടുത്താലാണ് ടോട്ടൽ 4 പീസ് വേണം നമുക്ക് ഫ്രില്ല് വയ്ക്കാനായിട്ട്. ഞാനിത് 2 നെറ്റി തുണി കൂട്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് കാരണം ഇച്ചിരി കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഭാരം പോലെ തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ നെറ്റി ഫ്രോക്ക് കട്ട് ചെയ്യാനുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നെറ്റി ഫ്രോക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനമാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഞാനൊക്കെ ഷോപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഷോപ്പിൽ ഹോൾസെയിൽ വിൽപ്പന ഉണ്ടെങ്കിലും ഇത് നമ്മൾ കൊണ്ടുനടന്ന് നമ്മൾ ഒരു നാണക്കേടും ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ ബാലൻസ് വരുന്ന പീസുകൾ എനിക്ക് ഷോപ്പിൽ ഒരുപാട് ബാലൻസ് ഒന്നും ഉണ്ടാവാറില്ല. കാരണം ടീച്ചേഴ്സും അങ്ങനെയുള്ളവർ നമ്മൾ കടകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ടീച്ചേഴ്സ് വന്നാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാറ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വന്ന നിസ്സാര പീസുകളായാൽ പോലും ഞാൻ കടയിൽ വച്ചേക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റികൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉച്ച സമയത്ത് നമുക്ക് അവിടെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആലുവ മുനിസിപ്പാലിറ്റിയിലൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് അവിടെയുള്ള സ്റ്റാഫ് എന്നെ അറിയണവരുണ്ട്. അവർ പറയും ഇങ്ങനെ നിങ്ങൾ മാത്രമേ വന്ന് കണ്ടിട്ടുള്ളൂ, ഷോപ്പ് നടത്തുന്ന ഒരാൾക്കാർ ഇതുപോലെ വന്ന് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു നാണം പാടില്ല. ഇതിനകത്ത് നമുക്ക് ചെസ്റ്റ് വന്നിട്ട് 9 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. താഴത്ത് ഷേപ്പിൻ്റെ ലെങ്ത്ത് 8.5 ഇഞ്ചും അത് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 11 ഇഞ്ച് എടുക്കാം. നമ്മുടെ ബട്ടക്സ് ആ ഭാഗത്തുള്ള ലൈനായിട്ടാണല്ലോ അത് എടുക്കുന്നത്. അവിടെ ഒരു 11 ഇഞ്ച് 10.5 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ചൊക്കെ കൂട്ടി എടുത്താലും കുഴപ്പമില്ല. അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലെ ഇത് നിസ്സാരമുള്ളൂ. നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം നമ്മൾ ഒരാളിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെസ്റ്റ് വണ്ണം എടുത്തതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 4-1 ഭാഗം ചെസ്റ്റിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തുക. ഷേപ്പിൻ്റെ ഭാഗത്താണെങ്കിൽ 3 ഇഞ്ച് കൂട്ടിയിട്ട് ഷേപ്പിൻ്റെ വണ്ണം എടുത്തിട്ട് 3 ഇഞ്ച് കൂട്ടുക. അതിൻ്റെ 4-1 ഭാഗം അടയാളപ്പെടുത്തുക. അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം താഴെ നമ്മളൊരു 1.5-2 ഇഞ്ചൊക്കെ കയറ്റി കർവ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂങ്ങി പോവാതിരിക്കാനാണ് നമ്മൾ ഫ്രില്ല് വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഷോപ്പിൽ ബാലൻസ് ഉണ്ടാകുന്ന അങ്ങനെ ടോപ്പുകളൊന്നും ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ബാലൻസ് ഉണ്ടാവില്ല എന്നുള്ളത്. ബാലൻസ് ഉണ്ടാകുന്ന ടോപ്പുകൾ ഞങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ മുനിസിപ്പാലിറ്റി അതുപോലെ സ്കൂളുകൾ അവിടെയൊക്കെ നമ്മൾ ചോദിച്ചിട്ട് അവിടെ ചെന്ന് സെയിൽ നടത്താറുണ്ട്. അപ്പോൾ ഈ ബിസിനസ് നടത്തുന്ന ആൾക്ക് എൻ്റെ ഒരു ഗുരുവാണ് എനിക്ക് പറഞ്ഞു തന്നെ. എനിക്ക് ബിസിനസ്സിലേക്ക് എന്നെ കൈ പിടിച്ച് ഉയർത്തിയ ഒരാളുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ABCD പോലും അറിയില്ലായിരുന്നു. പെരുമ്പാവൂർ ഒരു കൗൺസിലറായിരുന്നു അദ്ദേഹം. മനോഹരൻ എന്ന് പറഞ്ഞൊരു സാറാണ് എനിക്ക് ഈ ലോൺ പാസ്സാക്കി തന്നതും അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു തന്നെ. അദ്ദേഹം പറയായിരുന്നു ഒരിക്കലും നമുക്കൊരാളുടെ മുന്നിൽ എനിക്ക് ഭയങ്കര ഷെയിമായിരുന്നു മറ്റുള്ളവരുടെ അടുത്ത് പോയി നമ്മുടെ തുണി സെയിൽ ചെയ്യാൻ പറയുന്ന കാര്യത്തിലും. അതുപോലെ തന്നെ ക്യാഷ് നമുക്ക് എപ്പോഴും കയ്യിൽ ഒരു ബിസിനസ് നടത്തുന്ന ആളുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ടാവണം. അതൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മറയ്ക്കാൻ ഇങ്ങനെ വരാറില്ല. ലോൺ എടുത്തൊക്കെ ആയാലും തികയാണ്ടൊക്കെ വരുന്ന ഓരോ സാഹചര്യങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്നോട് പറയായിരുന്നു നമുക്ക് ഒരാളോടും ചോദിക്കാനായിട്ടുള്ളൊരു മടി നമ്മുടെ ജീവിതത്തിലുണ്ടായ ബിസിനസ് വിജയിക്കില്ല എന്ന്. ശരിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാണം വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞ് പ്രസൻറ്റേഷൻ ചെയ്യാനും ആ പ്രസൻറ്റേഷൻ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനും ഒക്കെ ഉള്ളൊരു തൻ്റെ ഇടം നമുക്ക് വേണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. കാരണം ഒരു ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അവഗണനകളൊക്കെ കിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മനസ്സ് മടുക്കരുത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പെരുമ്പാവൂർ ചിപ്പി എന്ന് പറഞ്ഞൊരു കടയിൽ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കയറി ചെന്ന് ഞാൻ നമ്മുടെ നെയ്റ്റി എടുത്ത് കാണിക്കാമല്ലോ, ഇവിടെ ഇഷ്ടം പോലെ നെയ്റ്റികൾ വരുന്നുണ്ട്, ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു വിട്ടത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ബ്രാൻഡ് ആ കടയിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം മനുഷ്യർ. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നെറ്റി ഫ്രോക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളുടെ മുമ്പിൽ, കാരണം നമ്മൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുക, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തുണി കൊണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരും.
അതുപോലെ തന്നെ നമ്മുടെ കൈക്കൊക്കെ വയ്ക്കുന്ന അലാസ്റ്റിക്കുകളൊക്കെ വെച്ച് നല്ല അലാസ്റ്റിക് ക്വാളിറ്റിയുള്ള അലാസ്റ്റിക്കുകൾ വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ബിസിനസ്സിലിങ്ങനെ ആരും പറഞ്ഞു തരില്ല ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും. നമ്മൾ യൂണിറ്റൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലും ഒരാളും നമ്മളത് യൂണിറ്റൊന്നും കയറി കാണാനോ ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയി കാണാനൊക്കെ നോക്കിയിട്ട് അവർ പുറത്തുനിന്ന് സംസാരിക്കുകയുള്ളൂ, അവരുടെ യൂണിറ്റിൻ്റെ അകത്തേക്ക് നമ്മളെ കയറ്റില്ല. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് തപ്പി നടന്ന് ഒരുപാട് വിഷമിച്ചൊക്കെയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം നല്ല ലാഭമുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് പിന്നെ കട ഒരു 3-4 മാസം മുമ്പ് നിർത്തേണ്ടി വന്നു. അതെൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്.